കോളേജിലെത്തിയപ്പോഴാണ് പണി കിട്ടിയത്. ആദ്യേട്ടനെ പകൽക്കിനാവ് കണ്ടിരുന്നതിന് ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുന്നേയുള്ള പീരീഡ് മാത്യു സാർ ഗെറ്റ് ഔട്ട് അടിച്ചു. പൊതുവേ ദേഷ്യക്കാരനാണ് സാർ. ആരെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ ആ ആളെ എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദ്യം ചോദിക്കും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ സാറിൻ്റെ വായിൽ വരുന്ന നല്ല മലയാള പ്രഭാഷണം പറഞ്ഞ് പുറത്തേക്ക് വിടും. അതാണ് പതിവ്. എൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ചോദിച്ച ചോദ്യം പോലും കേട്ടില്ല. പിന്നെ പറയണോ പൂരം? കരച്ചിൽ വന്നു സത്യത്തിൽ. വിഷമത്തോടെയാണ് ക്ലാസ്സിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയത്. ലൈബ്രറിയിലേക്ക് കയറുന്നതിൻ്റെ ഭാഗത്തായി ഒരു ആൽമരമുണ്ട്. തറയൊക്കെ കെട്ടി ഇരിക്കാൻ ഭാഗത്തിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നിരുന്നു. അല്പനേരം ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നതിനിടെയാണ് ശബ്ദം കേട്ടത്. പെട്ടെന്നായതുകൊണ്ട് ഞാനൊന്ന് ഞെട്ടി. അനുവാണ്. മുഖത്ത് പതിവ് ആക്കിച്ചിരിയുണ്ട്. പക്ഷേ ഇത്തവണ ചമ്മൽ തോന്നിയില്ല. വെളുക്കെ ചിരിച്ചു കാട്ടി. ഏട്ടത്തിയമ്മ ക്ലാസ്സിൽ കയറാതെ ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുവാണോ? ഏട്ടനെയാ സ്വപ്നം കാണുന്നേ? കളിയാക്കിക്കൊണ്ട് താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതേലോ. ഈണത്തിൽ പതറാതെ മറുപടി നൽകി. അവളൊന്ന് ഞെട്ടിയിട്ടുണ്ട് എൻ്റെ ഭാവമാറ്റം കണ്ടിട്ട്. എന്നാ പറ എന്നോട്, എന്ത് സ്വപ്നമാ കണ്ടതെന്ന്? ഇല്ലാത്ത നാണം മുഖത്ത് വരുത്തി വിരൽ കടിച്ച് ആക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇത്തവണ ഞാൻ പതറി. കൂടെ ഇത്രയും നേരം ഓർത്തിരുന്ന നിമിഷങ്ങളെ ഓർക്കേ നാണവും. കള്ളി, കാര്യമായി എന്തോ ഉണ്ടല്ലോ. മുഖമൊക്കെ തുടുത്തല്ലോ. ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് വരട്ടെ? ഈ ചുവന്ന കവിൾത്തടങ്ങൾ എൻ്റെ ഏട്ടൻ കൂടി ഒന്ന് കാണട്ടെ. എന്നെ കളിയാക്കിക്കൊണ്ട് പോകാൻ നിന്നവളെ ഞാൻ പെട്ടെന്ന് കൈപിടിച്ചു വലിച്ചു. ആഹാ, അപ്പം പേടിയുണ്ടല്ലേ? അങ്ങനെ വഴിക്ക് വാ. ഏട്ടനെ വിളിക്കാതിരിക്കാൻ എനിക്ക് കൈക്കൂലി തരണം. ആള് വലിയ ഗമയിൽ പറഞ്ഞപ്പോൾ ഞാൻ അവളെ ചെറിഞ്ഞൊന്ന് നോക്കി. ആദ്യേട്ടൻ വാങ്ങിത്തന്നതുപോലെ 2 ഐസ്ക്രീം മതിയോ കൈക്കൂലിയായിട്ട്? താളത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവളൊന്ന് ചമ്മിച്ചിരിച്ചു. വെളുക്കനെ ഒരു ചിരി മറുപടിയായി ഞാനും നൽകി. ഓഹോ, അപ്പോൾ അവിടെ വരെ ആയല്ലേ കാര്യങ്ങൾ? ഗൗരവം നടിച്ച് അനു ചോദിച്ചപ്പോൾ ഞാനൊന്ന് ചിരിച്ചതേ ഉള്ളൂ. എന്നാലും എൻ്റെ കള്ളി ഏട്ടത്തിയമ്മേ, ചെലവുണ്ടേ. എന്താ ഇവിടെ ഒരു ചർച്ചയൊക്കെ? ശബ്ദം കേട്ട് തലയുയർത്തി നോക്കിയപ്പോൾ ആദ്യേട്ടനാണ്. തേടി വന്ന കള്ളച്ചിരിയിൽ എവിടെ നിന്നൊക്കെയോ ഒരു നാണം മുഖത്തേക്ക് അരിച്ചു കയറി. എന്നാൽ തൊട്ട് പിറകിലായി ഒരു ചിരിയോടെ നടന്നെടുക്കുന്ന അഞ്ജലി മിസ്സിനെ കണ്ടതോടെ വന്ന നാണമൊക്കെ വന്ന വഴി ഇറങ്ങിപ്പോയി. രണ്ടാളും ഇന്ന് ക്ലാസ്സിൽ കയറിയില്ലേ? വാച്ചിൽ സമയം നോക്കിക്കൊണ്ട് ആദ്യേട്ടൻ സംശയത്തോടെ ചോദിച്ചു. ഞാനൊന്ന് പതറി. എന്ത് മറുപടി പറയും? ഞങ്ങൾക്ക് ഈ ഹവർ ക്ലാസ്സില്ല സാർ, ലീവാണ്. അതുകൊണ്ട് ലൈബ്രറിയിൽ പോകാൻ ഇറങ്ങിയതാ. ഏട്ടത്തി ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങി പോന്നു. ആദ്യേട്ടന് അനു മറുപടി നൽകി. എൻ്റെ നോട്ടം അറിയാതെയെങ്കിലും ചെന്ന് നിന്നത് അഞ്ജലി മിസ്സിൻ്റെ മുഖത്തേക്കാണ്. അനുവിൻ്റെ ഏട്ടത്തി വിളി കേട്ട് സംശയിച്ച് നോക്കുന്നുണ്ട്. പാറു, എന്താ ഇവിടെ ഇരിക്കുന്നേ? അവിടെ ക്ലാസ് നടക്കുന്നുണ്ടല്ലോ. ആദ്യേട്ടൻ സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ വല്ലാതെ പതറി. എന്ത് മറുപടി നൽകും എന്ന് വെപ്രാളത്തോടെ ആലോചിച്ചു. അത് എനിക്ക് തലവേദന, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നതാ. വായിൽ വന്നൊരു കള്ളം തൽക്കാലത്തേക്ക് പറഞ്ഞൊപ്പിച്ചു. അപ്പോഴേക്കും ആദ്യേട്ടൻ അല്പം വെപ്രാളപ്പെട്ടുകൊണ്ട് അടുത്തേക്ക് വന്നു. എന്തു പറ്റി? എന്താ പെട്ടെന്ന് തലവേദന വരാൻ? നല്ല വേദനയുണ്ടോ? വീട്ടിൽ കൊണ്ട് വിടണോ? ആദ്യേട്ടൻ നെറ്റിയിലൊക്കെ കൈവച്ച് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ചെറിയ തലവേദനയേ ഉള്ളൂ എന്ന് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അനു വല്ലാതെ ആക്കിച്ചിരിക്കാൻ തുടങ്ങി. അത് കാണുക എനിക്ക് വല്ലാതെ ചമ്മൽ വരാനും തുടങ്ങി. അടുത്ത നിമിഷം തന്നെ അഞ്ജലി മിസ്സിൻ്റെ സംശയം നിറഞ്ഞ നോട്ടം കണ്ട് എന്തോ പരിഭ്രാന്തിയും. ഏട്ടാ, കോളേജിലാണേ ഉള്ളത്, മറക്കല്ലേ? ആക്കിച്ചിരിച്ചുകൊണ്ട് അനു പറഞ്ഞപ്പോൾ ചമ്മലോടെ എൻ്റെ നെറ്റിയിൽ വെച്ച കൈ ഏട്ടൻ പിൻവലിച്ചു. അപ്പോഴേക്കും അഞ്ജലി മിസ്സിൻ്റെ മുഖം വല്ലാത്തൊരു ഭാവത്തിലായി. അത് കാണുക എന്തോ വല്ലായ്മ തോന്നി തുടങ്ങി എനിക്ക്. അത് പാർവതി ആദ്യേട്ടൻ്റെ? അഞ്ജലി മിസ് പതുക്കെ മുന്നോട്ട് വന്ന് ആദ്യേട്ടനോട് ചോദിച്ചു. ചോദ്യം മുഴുവനാക്കിയില്ല. ചോദിക്കുമ്പോൾ അഞ്ജലി മിസ്സിൻ്റെ ശബ്ദം ഇടറിയത് മറ്റാരെ ശ്രദ്ധിച്ചില്ലെങ്കിലും എനിക്ക് വ്യക്തമായി മനസ്സിലായി. എൻ്റെ വൈഫാണ്. അഞ്ജലിക്ക് അറിയില്ലായിരുന്നോ? ആദ്യേട്ടൻ ഒരെണ്ണം പുഞ്ചിരിയോടെ മറുപടി നൽകി. ചിരി മുഖത്ത് വരുത്താൻ വല്ലാതെ പരിശ്രമിച്ചുകൊണ്ട് അഞ്ജലി മിസ് ഇല്ലെന്ന് തലയാട്ടി. മിസ്സിൻ്റെ കണ്ണ് നിറഞ്ഞു തുടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അത് മറയ്ക്കാൻ അവർ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലട്ടെ? നിങ്ങൾ സംസാരിക്കേ, എനിക്കല്പം വർക്കുണ്ട്. ഇപ്പോഴാ ഓർമ്മ വന്നേ. ആരുടെയും മറുപടിക്ക് കക്കാതെ ധൃതിയിൽ അഞ്ജലി മിസ് തിരികെ നടന്നു. കണ്ണുനീർ മറച്ചു പിടിക്കാൻ വേണ്ടി പറഞ്ഞൊരു കള്ളമായിരുന്നു അതെന്ന് വ്യക്തമായിരുന്നു. മറ്റാരും അറിഞ്ഞില്ലെന്ന് മാത്രം. ഇന്ന് ആദ്യമായി എനിക്ക് അവരോട് സഹതാപം തോന്നി. അവരെ ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നി. ആദ്യമേ അറിയിച്ചിരുന്നെങ്കിൽ ഇന്നാ മനസ്സിത്ര വേദനിക്കില്ലായിരുന്നു. അല്പനേരം കൂടെ ആദ്യേട്ടനും അനുവും എൻ്റെ കൂടെ സംസാരിച്ചിരുന്നു. അല്പനേരം കഴിഞ്ഞ് ആദ്യേട്ടൻ യാത്ര പറഞ്ഞു പോയി. കുറച്ചു കഴിഞ്ഞ് അനുവിൻ്റെ ഫ്രണ്ട്സ് വന്ന് വിളിച്ചപ്പോൾ അവളും പോയി. ഞാൻ പിന്നെയും കുറേ നേരം അവിടെ ഇരുന്നു.
എൻ്റെ മനസ്സ് നിറയെ അഞ്ജലി മിസ്സിൻ്റെ മുഖമായിരുന്നു. കരയാൻ വെമ്പി നിന്ന ആ മുഖമാണ്. അടുത്ത നിമിഷം തന്നെ അഞ്ജലി മിസ് ബാഗ് എടുത്ത് ഗേറ്റ് ലക്ഷ്യമാക്കി ധൃതിയിൽ നടന്നു പോകുന്നത് കണ്ടു, ആരെയും തല ഉയർത്തി നോക്കാതെ. അതെൻ്റെ മനസ്സിൻ്റെ ഭാരം ഒന്നുകൂടെ കൂട്ടി. രാത്രി ആദിയേട്ടൻ്റെ ചൂട് പറ്റിക്കിടന്ന് എന്തൊക്കെയോ വിഷയങ്ങൾ സംസാരിച്ചു. ഇടയിൽ എന്തോ പറയുന്ന കൂട്ടത്തിൽ ആദിയേട്ടൻ അഞ്ജലി മിസ്സിനെ കുറിച്ച് എന്തോ പറഞ്ഞു. അഞ്ജലിക്ക് എന്ത് പറ്റിയതാണാവോ? ഉച്ചയ്ക്ക് ലീവ് പറഞ്ഞു പോയി എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്ത തലവേദന എന്ന് മാത്രം പറഞ്ഞു. വൈകിട്ട് തലവേദന എങ്ങനെയുണ്ടെന്നറിയാൻ ഫോൺ ചെയ്തപ്പോൾ അറ്റൻഡ് ചെയ്തതുമില്ല. ഇത്രയും നേരമായും തിരിച്ചു വിളിച്ചതുമില്ല. അസുഖം മാറിയില്ലെന്ന് തോന്നുന്നു. ആലോചനയോടെ ആദിയേട്ടൻ പറഞ്ഞു. മറുപടിയില്ലാതെ ഏറെ നേരം ഞാൻ കിടന്നു. മനസ്സ് നിറയെ നിറകണ്ണുകൾ താഴ്ത്തി ദൂരത്തേക്ക് നടന്നകലുന്ന അഞ്ജലി മിസ്സിൻ്റെ മുഖമാണ്. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത് പോലെ. ആദിയേട്ടാ, അല്പനേരം കഴിഞ്ഞ് നെഞ്ചിലമർത്തിയ മുഖമുയർത്താതെ തന്നെ ഞാൻ വിളിച്ചു. എന്തേ എന്ന അർത്ഥത്തിൽ ആളെന്ന് മൂളി. അഞ്ജലി മിസ്സിന് ആദിയേട്ടനോട് പ്രണയമാണ്. എൻ്റെ വാക്ക് കേട്ട് ആദിയേട്ടൻ ഞെട്ടലോടെ തല ചെരിച്ചെന്നെ നോക്കി. ഭ്രാന്ത് പറയാതെ, ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെടാത്തതിൻ്റെ നീരസത്തോടെ തന്നെ ആദിയേട്ടൻ മറുപടി പറഞ്ഞു. ഭ്രാന്തല്ല ആദിയേട്ടാ, സത്യം. ഞാനത് അവരുടെ കണ്ണുകളിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അന്ന് ആശുപത്രിയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അവരുടെ കണ്ണിൽ ആദിയേട്ടനോടുള്ള പ്രണയം കണ്ടത്. അന്ന് അതെന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. പിന്നീട് പലതവണ. പക്ഷേ അറിഞ്ഞിട്ട് പോലും ആദിയേട്ടൻ എൻ്റെ ഭർത്താവാണെന്ന് പറയാൻ ഞാൻ തയ്യാറായില്ല. എൻ്റെ തെറ്റാണ്. മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് കണ്ണു നട്ട് നോക്കിക്കൊണ്ട് ഉള്ളിൽ പുകയുന്ന സങ്കടത്തോടെ ആദിയേട്ടനോട് പറയുന്നു. പറഞ്ഞതൊക്കെയും ആദിയേട്ടൻ പുതിയ അറിവാണെന്ന് മുഖത്ത് തെളിഞ്ഞ ഞെട്ടലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല പാറു. അങ്ങനെയൊന്ന് സങ്കല്പത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ആദിയേട്ടൻ്റെ ഞെട്ടൽ മാറിയില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ആദിയേട്ടാ. അന്ന് ആദിയേട്ടൻ എൻ്റെ ഭർത്താവാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞത് ഞാൻ വ്യക്തമായി കണ്ടതാണ്. ഉച്ചയ്ക്ക് ബാഗ് തൂക്കി നിറഞ്ഞ കണ്ണ് താഴ്ത്തി തല ഉയർത്താതെ അവർ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ എന്നെ അത് വല്ലാതെ സങ്കടപ്പെടുത്തി. ആദിയേട്ടൻ്റെ മനസ്സ് പലവിധ ആലോചനകളിലായിരുന്നു. അവസാനം തിരിച്ചറിഞ്ഞെന്ന് തോന്നുന്നു. അഞ്ജലിയുടെ കാര്യത്തിൽ ഒരിക്കൽ പോലും എനിക്കിതൊന്നും തോന്നിയിട്ടില്ല. ഞാൻ സംസാരിക്കാം അഞ്ജലിയോട്. എന്തെങ്കിലും തെറ്റിദ്ധാരണ ബാക്കിയുണ്ടെങ്കിൽ പറഞ്ഞു തിരുത്താം, ആദിയേട്ടൻ പറഞ്ഞു. വേണ്ട, ആദിയേട്ടൻ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അഞ്ജലി മിസ്സിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു തെറ്റിദ്ധാരണ ആദിയേട്ടൻ അവിവാഹിതൻ ആണെന്നുള്ളതാണ്. ആ തെറ്റിദ്ധാരണ ഇന്ന് മാറിയിട്ടുണ്ട്. മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവും അവരിപ്പോൾ. അറിയാതെ തോന്നിയ ഇഷ്ടത്തെ മറയ്ക്കാനുള്ള ശ്രമത്തിലാവാം അവരിപ്പോൾ. അതങ്ങനെ തന്നെ അവസാനിക്കട്ടെ. വീണ്ടും വീണ്ടും സംസാരിച്ച് ഓർമ്മ പുതുക്കാനൊരു അവസരം നൽകാത്തതാണ് നല്ലത്. എൻ്റെ വാക്കുകൾ ശരിവെക്കും വിധം ആളെന്നെ ഒന്ന് ഇറുകെ പുണർന്നുകൊണ്ട് നെറ്റിയിലൊന്ന് മുത്തി. മനസ്സ് ശാന്തമാകുന്നതറിഞ്ഞു. സമാധാനത്തോടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഭാരമില്ലാത്ത അപ്പൂപ്പൻ താടി പോലെയായി മാറിയിരുന്നു മനസ്സ്. 4 വർഷങ്ങൾക്ക് ശേഷം ഒരു വിവാഹമുണ്ട്. വളരെ വേണ്ടപ്പെട്ടൊരു വിവാഹം. അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. നേരം വൈകിയതിൻ്റെ ധൃതി എൻ്റെ പ്രവൃത്തിയിലും ഉണ്ട്. ആദിയേട്ടൻ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. അമ്മയും അനുവും ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിപ്പോൾ സാരി ഉടുക്കൽ വളരെ കുറവായതുകൊണ്ട് ഇന്നിപ്പോൾ എത്ര ഉടുത്തിട്ടും ശരിയാവാത്തതുപോലെ. സാരിയുടെ ഞുറി ഉടുക്കുമ്പോഴാണ് വീണ്ടും ഫോൺ ശബ്ദിച്ചത്. ഇതിപ്പോൾ 4ാമത്തെ വിളിയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു. എവിടെടി? ദേഷ്യത്തോടെ മറുവശത്ത് നിന്നും ചോദ്യം വന്നു. കഴിഞ്ഞ അപ്പുവേട്ടാ, ഇറങ്ങാൻ പോകുക. കണ്ണുകൾ ഇറുക്കി അടച്ച് നാവ് കടിച്ചുകൊണ്ട് മറുപടി നൽകി. അപ്പുവേട്ടൻ കലിപ്പിലാണ്. ഇതിപ്പോൾ വിളിക്കുമ്പോഴൊക്കെ നീ ഇതുതന്നെയല്ലേ പറയുന്നേ? എന്നിട്ട് ഈ നേരമായി നീ ഇറങ്ങിയില്ലല്ലോ. അപ്പോഴേ പറഞ്ഞതാ ഇവിടെ നിൽക്കാമെന്ന്. കേൾക്കാതെ പോയതല്ലേ ഇന്നലെ നീ? എന്നാൽ പിന്നെ നേരത്തും കാലത്തും വന്നുകൂടെ? താലികെട്ടിന് മുന്നെയെങ്കിലും നീ ഇവിടെ എത്തുവോ? അപ്പുവേട്ടൻ നല്ല ചൂടിലാണ്. അതിന് ഈ സാരി എടുത്തിട്ട് നിൽക്കുന്നില്ലെന്നേ. അപ്പുവേട്ടനോട് ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് സാരി എടുത്ത് തരേണ്ടെന്ന്. കല്യാണച്ചക്കൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് എടുത്തു തന്നതല്ലേ? പരിഭവത്തോടെ ഞാനും പറഞ്ഞു. ശരി ശരി, നീ അവിടെ ആദിയുടെ അമ്മയോടോ മറ്റോ കൊടുത്തു തരാൻ പറയൂ. വേഗം ഇങ്ങോട്ട് പോരാൻ നോക്ക്. അപ്പുവേട്ടൻ തന്നെ പരിഹാരവും പറഞ്ഞെന്ന് ഫോൺ വെച്ചു. ടീച്ചറമ്മയെ വിളിച്ചു. അമ്മയെ കൊണ്ട് സാരി ഉടുപ്പിച്ചു. വേഗം ഇറങ്ങി. അപ്പുവേട്ടൻ്റെ വിവാഹമാണെന്ന്. എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചു. അന്നൊരു ദിവസം എന്നെയും ആദിയേട്ടനെയും കാണാൻ അപ്പുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളും സംഭവിച്ചുപോയ തെറ്റുകളും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കാൻ. എല്ലാ തെറ്റുകളും മനസ്സിലാക്കിയെന്നും ഇനി മറ്റൊരു കണ്ണുകൊണ്ട് എന്നെ കാണില്ലെന്നും ആദിയേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ അപ്പുവേട്ടൻ സത്യം ചെയ്തു പറഞ്ഞു. മാപ്പ് നൽകാൻ എനിക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വന്നു. പക്ഷേ ആദിയേട്ടൻ തന്നെ ഇവിടെയും മുൻകൈ എടുത്തു.
എന്തിനു വാശിയും ദേഷ്യവും വിദ്വേഷവും? സംഭവിച്ചൊക്കെ നല്ലതിനാണ്. ഇതാണ് ആദ്യേട്ടൻ്റെ പോളിസി. ഇപ്പോൾ അപ്പുവേട്ടനുമായി നല്ല കൂട്ടാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം അപ്പുവേട്ടനെ ഒരു വിവാഹം കഴിക്കാൻ മാമനും മാമിയും കൂടി ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ അപ്പുവേട്ടൻ കൂട്ടാക്കിയില്ല. എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ സമയം ആവശ്യപ്പെട്ടു. സ്വന്തം ഇഷ്ടത്തോടെ ഒരു പെൺകുട്ടിയെ സ്വയം സ്വീകരിച്ചു കൊള്ളാമെന്നും അതുവരെ സമയം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഇപ്പോഴാണ് അങ്ങനെയൊരു സമയമായതെന്ന് മാത്രം. അപ്പുവേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ് കീർത്തി. പരസ്പരം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും സ്നേഹിച്ചുകൊണ്ടുള്ള വിവാഹം. ഓഡിറ്റോറിയത്തിൽ എത്തിയതും അമ്മ വേഗം അടുത്തോട്ട് വന്നു. വൈകിയതിന് വഴക്ക് പറഞ്ഞു. ഉണ്ണിക്കുട്ടനും അമ്മയുടെ കയ്യിലുണ്ട്. 3.5 വയസ്സുകാരൻ ഉണ്ണിക്കുട്ടൻ, പവിയേച്ചിയുടെ മകൻ. ചേച്ചിയെ കണ്ണുകൾ കൊണ്ട് തിരഞ്ഞു. ദൂരെ ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. ക്ഷീണിച്ചു, മെലിഞ്ഞു, കരുവാളിച്ചു. അവസ്ഥ അങ്ങനെയൊക്കെയാണ്. ശ്രീനാഥ് ചേട്ടനുമായി എപ്പോഴും പ്രശ്നങ്ങളാണ്. ശ്രീനാഥ് ചേട്ടൻ എന്തോ ബിസിനസ് തുടങ്ങിയിട്ട് അത് പരാജയപ്പെട്ടു. അതിൽ പിന്നെ പ്രശ്നങ്ങൾ വലുതായി. കടക്കാരെ ഭയന്ന് ശ്രീനാഥ് ചേട്ടൻ വീട്ടിലോട്ട് വരാതായി. ചേച്ചിയോട് പണ്ട് മുതലേ ഇഷ്ടക്കേടുണ്ടായിരുന്ന ശ്രീനാഥിൻ്റെ അമ്മയും അച്ഛനും അതോടെ പവിയേച്ചിയോട് കൂടുതൽ മോശപ്പെട്ട സമീപനമായി. കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാറില്ല. ജീവിക്കാൻ വേണ്ടി അടുത്തൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകും. തിരികെ വരുമ്പോൾ കൂട്ടും. അവസാനം അവസ്ഥ കണ്ട് സഹതാപം തോന്നി അമ്മയും അച്ഛനും എന്തിന് ഞാനുൾപ്പെടെ അവളോട് പറഞ്ഞു വീട്ടിൽ ചെന്ന് നിൽക്കാൻ. അതുമാത്രം അവൾ സമ്മതിക്കുന്നില്ല. ഒരു പ്രായശ്ചിത്തം പോലെ, അതിലുപരി സ്വയം ഒരു ശിക്ഷ ഏറ്റെടുക്കും പോലെ നരകതുല്യമായ ജീവിതം ജീവിച്ചു തീർക്കുന്നു. ശ്രീനാഥിൻ്റെ കാര്യവും മറിച്ചല്ല. നാട്ടിൽ പോലും കാലുകുത്താൻ പറ്റാത്ത വിധം കടക്കണിയിലാണ്. ചെയ്തതിനൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. വിവാഹം ഗംഭീരമായിരുന്നു എല്ലാം കൊണ്ടും. അപ്പുവേട്ടൻ്റെയും അമ്മയുടെയും മാമൻ്റെയും ഒക്കെ നിർബന്ധത്തിന് അന്നവിടെ കൂടി. പിറ്റേന്ന് രാവിലെ തന്നെ തിരികെ വീട്ടിലോട്ട് വന്നു. വേറൊന്നുമല്ല, എനിക്ക് സ്കൂളിൽ പോകാനുണ്ട്. ടീച്ചറാണ്. വീടിനടുത്ത് തന്നെയുള്ള OS ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 +2 കുട്ടികളെ പഠിപ്പിക്കുന്നു. എനിക്കെൻ്റെ ടീച്ചറമ്മയുടെ പാത പിന്തുടരാൻ തന്നെയായിരുന്നു ആഗ്രഹം. ജീവിതം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത്തരമൊരു പരീക്ഷണത്തിലാണിപ്പോൾ. ഒരു കുഞ്ഞ് ആഗ്രഹിച്ചിട്ട് പോലും കയ്യെത്താ ദൂരത്താണെന്ന് തോന്നുന്നു. കാത്തിരിപ്പിലാണ്. ഒരു നാൾ ഈ സ്വപ്നവും യാഥാർത്ഥ്യമാകൂ എന്ന പ്രതീക്ഷയിൽ. കുഞ്ഞില്ലെന്ന കാരണത്താൽ ഒരിക്കൽ പോലും ടീച്ചറമ്മ ഒരു ചോദ്യം കൊണ്ട് പോലും എന്നെ നോവിച്ചിട്ടില്ല. ആദ്യേട്ടനും അങ്ങനെ തന്നെ. പക്ഷേ വേദനിപ്പിക്കാൻ കുടുംബക്കാർ തന്നെ ധാരാളമാണല്ലോ. അനിലാപ്പച്ചയും ബീനാപ്പച്ചയുമാണ് ആ കാര്യത്തിൽ മുൻപന്തിയിൽ. എപ്പോൾ കണ്ടാലും കുഞ്ഞുണ്ടാവാത്തത് പറഞ്ഞ് വേദനിപ്പിക്കും. അതിൻ്റെ കൂടെ സ്വന്തം മകൾ 3 പെറ്റ കഥ കൂടെ വീമ്പ് പറയും പോലെ പറയും അനില അപ്പച്ചി. അതെന്നെ വല്ലാതെ നോവിക്കും. എൻ്റെ സങ്കടം കാണുമ്പോൾ ആദ്യേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്. താൻ വിഷമിക്കണ്ട, എൻ്റെ ഭാര്യയെക്കൊണ്ട് ഞാൻ 3 തവണയൊന്നും പ്രസവിപ്പിക്കില്ലെന്ന്. അത് കേൾക്കുമ്പോൾ അറിയാതെയെങ്കിലും ചിരിച്ചു പോകും. ദിവസങ്ങൾ ആരെയും കാക്കാതെ കൃത്യമായി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നതും ബാഗ് തുറന്ന് വരുന്ന വഴി മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിയ കവർ പുറത്തെടുത്തു. പ്രഗ്നൻസി ടെസ്റ്റർ. അതിലേക്ക് നോക്കും തോറും കണ്ണ് നിറഞ്ഞു തുടങ്ങി. ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന ഉദ്ദേശത്തിൽ വാങ്ങിയതാണ്. ഇന്നേക്ക് 6 ദിവസമായി ഡേറ്റ് തെറ്റിയിട്ട്. പക്ഷേ പ്രതീക്ഷയില്ല. കഴിഞ്ഞ 4 തവണയും പ്രതീക്ഷയോടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിരാശയായിരുന്നു ഫലം. കഴിഞ്ഞ തവണ 12 ദിവസം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്തത്. അത്രയേറെ പ്രതീക്ഷയോടെ, ഉറപ്പോടെ. അന്ന് വീണ്ടും നെഗറ്റീവ് ആയപ്പോൾ ആദ്യേട്ടൻ്റെ കണ്ണിൽ കണ്ട നിരാശ അതെന്നെ ഇന്നും വേദനിപ്പിക്കുന്നുണ്ട്. എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ സ്വന്തം വിഷമം ഉള്ളിലമർത്തി സാരമില്ലടോ എന്ന് പറഞ്ഞെന്നെ ചേർത്ത് പിടിച്ചത് ഇപ്പോഴും എൻ്റെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യേണ്ട എന്ന് മനസ്സിൽ കരുതിയതാണ്. പക്ഷേ അപ്പോഴും ക്ഷമ കിട്ടുന്നില്ല. അവസാനം സഹികെട്ടാണ് ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇത്തവണ ആദ്യേട്ടനെ അറിയിക്കേണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയൊരിക്കൽ കൂടെ പ്രതീക്ഷ നൽകാൻ വയ്യ. ആദ്യേട്ടൻ കോളേജിൽ നിന്നും വരാൻ നേരമായതിനാൽ ഇന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. നാളെ അവധി ദിവസമാണ്. നാളെ ടെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പിച്ചു. പിറ്റേന്ന് ഏകദേശം ഉച്ചനേരത്ത് എല്ലാവരും ഊണ് കഴിഞ്ഞ് പുറത്ത് സംസാരിച്ചിരിക്കുന്ന നേരത്ത് ബാത്റൂമിൽ പോയി വരാമെന്ന് ഒരു കള്ളവും പറഞ്ഞ് മുകളിലേക്ക് കയറി. വിറയ്ക്കുന്ന കൈയോടെ കവർ പുറത്തേക്കെടുത്തു. നിറഞ്ഞ കണ്ണോടെ വിറയ്ക്കുന്ന കാലടികളോടെ ബാത്റൂമിലേക്ക് കയറി യൂറിൻ കളക്ട് ചെയ്തു. 2 ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യാനായി ട്യൂബ് വഴി ഊറ്റിച്ചു. കണ്ണുകളൊന്ന് ഇറുക്കിയടച്ച് ശ്വാസം നീട്ടിവലിച്ച് കണ്ണു തുറന്നു. തെളിഞ്ഞു വന്ന ഒരൊറ്റ ചുവന്ന വരയിൽ ഒരു തവണ മാത്രമേ നോക്കിയുള്ളൂ. ധൃതിയിൽ പുറത്തേക്കിറങ്ങി കട്ടിലിൽ വന്നിരുന്നു. ശൂന്യമായ മനസ്സോടെ.
5 മിനിറ്റ് നീണ്ടുനിന്ന ശൂന്യത. എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ഉറച്ച മനസ്സോടെ വീണ്ടും ബാത്റൂമിലേക്ക് നടന്നു. അതിലേക്ക് നോക്കാതെ തന്നെ കയ്യിലെടുത്ത് പുറത്തേക്ക് വന്നു. വീണ്ടും കട്ടിലിരുന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാഴ്ചയെ മറച്ചു പിടിച്ചു. അപ്പോഴും മങ്ങിയ കാഴ്ചയിൽ കണ്ട തെളിഞ്ഞ 2 ചൂമ്പുവരകളെ ഒരു വട്ടമെൻ്റെ തോന്നലാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നോക്കി ഞാൻ. അതെ, 2 വര തെളിഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ കണ്ണുകളെ തുടച്ചും തിരുമിയും നോക്കിക്കൊണ്ടിരുന്നു. 2 വര തെളിഞ്ഞിട്ടുണ്ടെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടിരുന്നു. മാതൃത്വം തിരിച്ചറിഞ്ഞതിൻ്റെ നോവിൽ ഹൃദയം വിങ്ങി, കണ്ണ് തുളുമ്പി, ചുണ്ടു വിതുമ്പി. കെട്ടിക്കിടന്ന കാർമേഘ ശക്തമായി ഭൂമിയിൽ വർഷിക്കുന്നത് പോലെ എൻ്റെ കണ്ണുകളിലും ഒരു പെരുമഴ ഉത്ഭവിച്ചു. ഉറവ പൊട്ടിയൊഴുകുന്ന അരുവി പോലെ നിർത്താതെ ശക്തമായി ഒഴുകിക്കൊണ്ടിരുന്നു. കൈകൾ മുഖത്തോട്ട് ചേർത്ത് വെച്ച് വിതുമ്പിക്കരഞ്ഞുകൊണ്ടിരുന്നു. ഇടയിൽ അല്പനേരത്തിന് ശേഷവും എന്നെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്ന അനു എൻ്റെ കരച്ചിൽ കണ്ട് വല്ലാതെ ഭയന്നു. എന്താണെന്ന് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം പോലെ ഉരിയാടാനാവാതെ ഞാനിരുന്നു. അവസാനം വെപ്രാളത്തോടെ അവൾ താഴേക്ക് ഓടിയപ്പോൾ ആദ്യേട്ടനെ വിളിക്കാനാണെന്ന് ഞാൻ ഊഹിച്ചു. ധൃതിയിൽ അതിലുപരി വെപ്രാളത്തോടെയും പേടിയോടെയും അടുത്തേക്ക് ഓടി വന്ന ആദ്യേട്ടനും അമ്മയും മാറി മാറി ചോദിച്ചു എന്തു പറ്റിയെന്ന്. മറുപടി പറയാനാകാതെ ആദ്യേട്ടൻ്റെ നെഞ്ചിലേക്ക് ഏങ്ങലടിച്ചുകൊണ്ട് വീണപ്പോഴും എന്നെ ഓർത്ത് വേഗത്തിൽ ഇടിക്കുന്ന ഹൃദയത്തെ ഞാൻ അറിഞ്ഞു. എന്താണ് പാറു, എന്താണെങ്കിലും പറയ്, ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ആദ്യേട്ടൻ്റെ ശബ്ദം വല്ലാതെ ഇടറി തുടങ്ങിയിരുന്നു. മറുപടി പറയാതെ ആ നെഞ്ചിൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ഞങ്ങളുടെ സ്വപ്നത്തെ ആ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു. വിശ്വസിക്കാനാവാതെ എൻ്റെ മുഖമുയർത്തിച്ച് എൻ്റെ കണ്ണുകളിലേക്ക് നോട്ടമെറിഞ്ഞപ്പോൾ സത്യമാണെന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി. അമ്മയും അനുവും ഉണ്ടെന്ന് പോലും ഓർക്കാതെ കണ്ണീരിൽ കുതിർന്നൊരു ചുംബനം എൻ്റെ നെറ്റിയിൽ പകർന്നു തന്നപ്പോഴും എന്താണെന്ന് മനസ്സിലാവാതെ ടീച്ചറമ്മയും അനുവും മുഖത്തോട് മുഖം നോക്കി. അമ്മയെ കാര്യം അറിയിച്ചപ്പോൾ ഒരു നിമിഷത്തെ ഞെട്ടലിനപ്പുറം എന്നെ ചേർത്ത് പിടിച്ച് അമ്മയും നൽകിയ ഒരു മുത്തം. ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെ തനിച്ചു വിട്ട് അമ്മയും അനുവും പുറത്തേക്ക് പോയതും വീണ്ടും വലിച്ച നെഞ്ചിലേക്ക് അടുപ്പിച്ചെന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. പേടിപ്പിച്ച് കളഞ്ഞല്ലോടി പെണ്ണെ. ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും ആദ്യേട്ടൻ പറയുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും. എന്തേ ഇത്തവണ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ കൂട്ടാഞ്ഞേ? പരിഭവത്തോടെ ആദ്യേട്ടൻ ചോദിച്ചു. ഇത്തവണയും നിരാശ സമ്മാനിച്ചാലോ എന്ന് ഭയന്നിരുന്നു. മറുപടി പറയാതെ വീണ്ടും ആ കരവലയത്തിൽ ചേർത്ത് നിർത്തുമ്പോൾ എൻ്റെ ലോകം മുഴുവൻ വെറുമൊരു വ്യക്തിയിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതായി തോന്നി. എല്ലാവരെയും സന്തോഷം അറിയിച്ചു. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനുമൊക്കെ വന്നു. 4-ാം മാസമാണ്. സന്തോഷത്തിന് ഇരട്ടി മധുരം പോലെ ഉദരത്തിൽ തുടിക്കുന്നത് 2 ഹൃദയങ്ങളാണെന്നറിഞ്ഞത്. ആദ്യേട്ടൻ നിലത്തൊന്നുമല്ലെന്ന് തോന്നി. ഞാൻ കേൾക്കെ എന്നെ ഉറക്കെ പ്രാർത്ഥിക്കും ആള്, എൻ്റെ പാറുവിനെ പോലെ എനിക്ക് 2 സുന്ദരി കുട്ടികളെ തന്നെ തരണേന്ന്. ഭയവും സന്തോഷവും ആശങ്കയും ഒക്കെ നിറഞ്ഞ ഗർഭകാലത്തിനൊടുവിൽ ആദ്യേട്ടൻ്റെ ആഗ്രഹം പോലെ 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. പക്ഷേ കാണാൻ എന്നെപ്പോലെയല്ല, അവരുടെ അച്ഛനെ പോലെയാണ്. പ്രസവശേഷം വീട്ടിൽ അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹപ്രകാരം വീട്ടിലോട്ടാണ് പോയത്. 3 മാസം അവിടെയായിരുന്നു. ഇടയിൽ ഒരു ദിവസം പോലും ആദ്യേട്ടൻ കാണാൻ വരാതെ ഇരുന്നിട്ടില്ല. എന്തിനും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പച്ചിമാർ അവിടെയും വന്നു. അയ്യോ, 2 പെൺകുഞ്ഞുങ്ങളാണല്ലോ, കഷ്ടമായല്ലോ എന്ന്. പക്ഷേ ഇത്തവണ ചിരിയാണ് വന്നത്. അവർക്കറിയില്ലല്ലോ വെറും പെൺകുഞ്ഞുങ്ങളല്ല ഇവരെന്ന്, അവരുടെ അച്ഛൻ്റെ രാജകുമാരിമാരാണെന്ന്. 2 പേർക്കും പേര് വിളിച്ചു. ആയില്യ ആദിത്യനും ആർച്ച ആദിത്യനും അച്ഛൻ്റെ പൊന്നോമനകളാണ്. അമ്മയ്ക്കും അനുചേച്ചിക്കും കുസൃതി കുടുക്കളാണ്. അമ്മയുടെ എല്ലാമാണ്. വല്ലാത്തൊരു പൂർണ്ണത തോന്നുന്നു. എല്ലാം കൊണ്ടും പൂർണ്ണമായതുപോലെ. ഇന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഉള്ളു നിറയെ. എന്നെന്നും ഈ സന്തോഷവും സമാധാനവും നിലനിൽക്കട്ടെ എന്ന്.